കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ളതായ ഷാബ് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീതിയെയും കുറിച്ചാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടന്നു വരികയാണ്. ഈ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് 2 പത്രോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9, ആവർത്തനം 7-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9, റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 22, 1 യോഹന്നാൻ 4-ന്റെ 7 മുതൽ 20 വരെയുള്ളതായ ഭാഗം, യോഹന്നാൻ്റെ സുവിശേഷം 15-ന്റെ 12, 1 യോഹന്നാൻ 3-ന്റെ 16 ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് പാഠം പഠിക്കുവാനായി കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണമേ. അവരുടെ ആവശ്യങ്ങളൊക്കെയും അവിടുന്ന് മുന്നമേ അറിഞ്ഞ് കാണുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അവരോട് കൂടെ ഇരുന്ന് അങ്ങയുടെ തിരുവചനം പഠിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ മുദ്രയിടുമാറാകണമേ. അങ്ങയുടെ ആത്മാവിനാൽ ബലപ്പെടുത്തുമാറാകണമേ. അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറന്ന് അങ്ങയുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതായ സകല അത്ഭുതങ്ങളെയും കാണുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവാകിരിക്കുന്നു കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ അടിയങ്ങളെ നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. കൂടുതലായി പഠിപ്പാനും കൂടുതലായി ഗ്രഹിക്കുവാനും അടിയങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമാറാകണം. അങ്ങയുടെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ കുറവശങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഉത്തരമൽമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു കർത്താവേ, കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ വണ്ണമാണ്. യേശു അവനോട് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനോട് കൂടെ വന്ന് വാസം ചെയ്യും എന്ന് ഇവിടെ തിരുവെഴുത്ത് പ്രതിപാദിക്കുകയാണ്. നാം ക്രൈസ്തവ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വണ്ണം പലരും പഠിപ്പിക്കുന്നുണ്ട്. അനേകായിരങ്ങൾ ഈ വണ്ണം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം സമാനതയില്ലാത്ത സ്നേഹമാണ്, വ്യവസ്ഥയില്ലാത്തതായ സ്നേഹമാണ്, അതിരുകളില്ലാത്തതായ സ്നേഹമാണ്. അതിന് തിരുവെഴുത്തിൽ യവനായ പദം അല്ലെങ്കിൽ മൂലപദം ഈ വണ്ണമാണ് കൊടുത്തിരിക്കുന്നത്, അഗാപ്പെ. അഗാപ്പെ എന്നതാണ് ദൈവസ്നേഹത്തെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം മൂലപദങ്ങളിൽ അല്ലെങ്കിൽ യവനായ വേദപുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്നതായ വാക്ക്. ഈ അഗാപ്പെ എന്ന് പറയുന്നതായ വാക്കുകൾ അത് നിസ്വാർത്ഥമായ സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിക്കുന്നതായ ഒരു സ്നേഹം, അതാണ് ഈ അഗാപ്പെ എന്ന് പറയുന്നതായ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്നേഹം ദൈവത്തിന് മനുഷ്യനോടുള്ളതായ സ്നേഹം ആണ് എന്ന് അനേകർ പഠിപ്പിച്ചു വരുന്നു. എന്നാൽ നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അത് മനുഷ്യന് ദൈവത്തോടുള്ളതായ സ്നേഹം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സ്നേഹം ത്യാഗ
മനോഭാവമുള്ളതായ ഒരു സ്നേഹമാണ്. അതിന് ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു എന്ന് പറയുന്നത്. കർത്താവ് കാൽവറി കാണിച്ചതായ ആ സ്നേഹം, അതാണ് അഗാപ്പെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നത്തുള്ള പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നതായ അഗാപ്പെ ഒരു പ്രത്യേകതരം സ്നേഹമാണ് എന്ന് ആണ്. എന്നാൽ ഫിലിയോ എന്ന പദം അത് അതിനേക്കാൾ വിപരീതമാണ് എന്നാണ് പലരും പഠിപ്പിച്ചു വരുന്നത്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ ഫിലിയോ എന്ന പദവും ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹവും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പല വചനങ്ങളും നമുക്ക് അറിയിച്ചു തരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഫിലിയോ എന്ന പദം ആണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ മനുഷ്യന്റെ സ്നേഹത്തെക്കുറിച്ചും ഫിലിയോ എന്ന പദം കൊണ്ട് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ കാരണത്താൽ ഫിലിയോയും അഗാപ്പയും ദൈവ സ്നേഹത്തെ തന്നെ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ വാക്യമാണ് അല്ലെങ്കിൽ പദങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ തിരുവചനം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന പദം അഗാപ്പയാണ്. അഗാപ്പെ ഏകദേശം 116 തവണ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ്. രണ്ടാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷങ്ങളിലും അതുപോലെ യോഹന്നാന്റെ ലേഖനത്തിലുമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 28 വാക്യങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏകദേശം 77 പ്രാവശ്യം അഗാപ്പെ എന്ന പദം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഫിലിയോ എന്ന പദം ഏകദേശം 25 പ്രാവശ്യം മാത്രമാണ് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. സെപ്റ്റുജന്റിൽ ഏകദേശം 33 തവണ ഫിലിയോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇതിനും അപ്പുറത്തായിട്ട് യവനായ പദത്തിൽ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2 പദങ്ങൾ കൂടി വേറെയുണ്ട്. അതൊന്ന് സ്റ്റോർജ്, അല്ലെങ്കിൽ ചിലർ പറയുന്നില്ല സ്റ്റോർഗെ എന്ന് പറയുന്നതായ വാക്ക്, അല്ലെങ്കിൽ വേറൊരെണ്ണം ഇറോസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് അധികമായിട്ട് ബൈബിളിൽ കാണപ്പെടുവാൻ കഴിയുന്നില്ല. എന്നാൽ അതൊക്കെ മാനുഷികമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നതായ വാക്കുകളാണ്. എന്നാൽ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം അഗാപ്പയും ഫിലിയോ ആണ്. ഈ 2 പദങ്ങളും ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുവാൻ തക്കോണം, ആ സ്നേഹത്തെ പ്രതിപാദിക്കുവാൻ തക്കോണം ഉച്ചരിക്കുന്നതായ പദങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഏകപക്ഷീയമല്ല, എന്നാൽ ആഴമാം വിധമുള്ളതായ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനുഷ്യൻ്റെ പേനകൾക്ക് വിവർത്തനം നൽകി മനുഷ്യൻ്റെ പേനകൾക്ക് അത് വിവരിക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ ആഴമേറിയതായ ഒരു സ്നേഹത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ദൈവം സകലരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒരു വാക്യത്തിൽ തന്നെ ദൈവം ഒരു പ്രത്യേക ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ പ്രത്യേക ഒരു കൂട്ടത്തെയല്ല ദൈവം സ്നേഹിക്കുന്നത്, മറിച്ച് ലോകത്തിൽ മാനവനായി ജനിച്ചതായ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. പാപിയെയും ദൈവം സ്നേഹിക്കുന്നു. മനുഷ്യൻ ക്രൂരനായി ജീവൻ നയിക്കുമ്പോൾ, ദുഷ്ടനായി ജീവൻ നയിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹം അവനോട് ഉണ്ട് എന്ന് നമുക്ക് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം എല്ലാ മാനവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയോട്
ദൈവത്തിന് പ്രത്യേകമായ താല്പര്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 33:5 ഈ വണ്ണം പറയുന്നു, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന്. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. സങ്കീർത്തനം 145:9. മനുഷ്യൻ ബലഹീനനാണ് എന്ന് ദൈവത്തിന് അറിയാം. അവൻ്റെ ഹൃദയത്തിലുള്ളതായ സകല വിചാരങ്ങളും യഹോവയ്ക്ക് അറിയാം. അവൻ്റെ ഹൃദയം മുഴുവനും ദോഷം നിറഞ്ഞതാണെന്ന് യഹോവയ്ക്കറിയാം. പക്ഷേ അവൻ്റെ മനസ്സ് മാറി അവൻ മാനസാന്തരപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുത്തൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ ദുഷ്ടൻ്റെ മരണത്തിൽ യഹോവയ്ക്ക് പ്രസാദമില്ല. അവൻ തൻ്റെ ദുഷ്ട വഴി വിട്ട് തിരിഞ്ഞ് യഹോവയിലേക്ക് തിരിയുന്നതാണ് ദൈവത്തിന് പ്രസാദം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു കാര്യമാണ് നമുക്ക് കാൽവറി ക്രൂശിലേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ഇടതും വലതും കിടന്നതായ ആ കള്ളന്മാരിലേക്ക് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. ആ കള്ളൻ ഒരു നിമിഷം മാനസാന്തരപ്പെട്ടപ്പോൾ അന്നേരം തന്നെ ദൈവം അവന് വാഗ്ദാനം നൽകി, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനങ്ങളിൽ നാം ഈ വണ്ണം വായിക്കുന്നു, ദൈവം എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്നവനാണ്. 2 പത്രോസിന് എഴുതിയ ലേഖനം 3:9 നാം വായിക്കുമ്പോൾ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അപ്പോൾ സകല മാനവരാശിയും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കി അറിഞ്ഞു ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തതായ ആ സന്ദർഭത്തിൽ ആദാമിനെയും അവയെയും ദൈവത്തിന് വേണമെങ്കിൽ നശിപ്പിക്കാമായിരുന്നു. ആ സ്ഥാനത്ത് വേറെ ഒരു ആദാമിനെ അവയെയും ദൈവത്തിന് വേണേ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ ദൈവം അത് ചെയ്തില്ല. കാരണം ദൈവം തൻ്റെ സകല പ്രവൃത്തികളോടും സ്നേഹവും കരുണയും ഉള്ളവനാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു മകുടമാണ്. അവനെ ദൈവം ഒരിക്കലും നശിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അവൻ്റെ മാനസാന്തരം പ്രതീക്ഷിച്ചാണ് ദൈവം കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം ലോകത്തിന് മാനസാന്തരപ്പെടുവാൻ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ലോകത്ത് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ സുവിശേഷം ലോകത്ത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പാപത്തിൽ ആണ്ട് കിടക്കുന്നതായ, സത്യം അറിയാതിരിക്കുന്നതായ ഈ ജനത്തെ ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ക്ഷണം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന് ആരെയും നശിപ്പിക്കുവാനോ ആരുടെയും മരണത്തിലോ പ്രസാദമില്ല. അവിടെ മാനസാന്തരമാണ്. അവർ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരുന്നത് നോക്കി ദൈവം കാത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1 തീമോഥെയോസിന്റെ ലേഖനം 2:4 നാം വായിക്കുമ്പോൾ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതായ സകല മനുഷ്യരും, ദുഷ്ടനും സകലരും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ആണ് എന്ന് മനുഷ്യർക്ക് അളക്കുവാൻ കഴിയില്ല. മനുഷ്യൻ എത്രമാത്രം പാപം ചെയ്തുവെങ്കിലും, എത്രമാത്രം ദൈവത്തെ പഴിച്ചുവെങ്കിലും അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്.
എസെക്കിയേൽ പ്രവചനം 33 അതിൻ്റെ 11 വാക്യം ഈ വണ്ണം പറയുന്നു: എന്നാണേ ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ ജീവിക്കുന്നതിലത്ര എനിക്ക് ഇഷ്ടമുള്ളതെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുമാറുവീൻ, തിരുവീൻ എന്ന യഹോവ ഇവിടെ സ്പഷ്ടമായി അരുളി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ നിത്യ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 31 അതിൻ്റെ 3 വാക്യം വായിക്കുമ്പോൾ, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. വളരെ വ്യക്തമായി ഉള്ളതായ, വളരെ സ്പഷ്ടമായിട്ടുള്ളതായ ഒരു വാക്കുകളാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. ഇത്രമാത്രം ഒരു നല്ല വാക്തത്വം നമുക്കുണ്ട് എങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, നാം എന്തുമാത്രം വിശ്വസ്തതയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി നാം ജീവിക്കണം എന്ന് നാം നമ്മെ തന്നെ വിലയിരുത്തുക. ദൈവത്തിന് നമ്മോടുള്ളതായ ദയ എത്രമാത്രം വലിയതാണ് എന്ന് നാം മനസ്സിലാക്കി ജീവിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമയായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ നടത്തിപ്പിന് നാം ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്. നമ്മൾ പറയും ഒന്നും പ്രതീക്ഷിക്കാത്തതായ സ്നേഹമാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അളവറ്റതാണ് എങ്കിൽ കൂടി നാം ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ദൈവത്തെ തിരിച്ചു സ്നേഹിക്കുകയാണെങ്കിൽ നാം ദൈവം പറഞ്ഞതായ വചനപ്രകാരം ജീവിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് തൻ്റെ ബലമുള്ളതായ ഭുജവീര്യത്താൽ അവരെ അവിടുന്ന് വിടിവിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് അവർക്ക് ദൈവം ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 7 അതിൻ്റെ 6 മുതൽ 9 വരെ നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ. യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ചു അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. തന്നെ പകയ്ക്കുന്നവന് അവർ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അപ്പോൾ ദൈവം സ്നേഹം തന്നെയാണ്. സ്നേഹം എന്ന പദം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ആ ഒരു സ്വഭാവം തന്നെയാണ് മനുഷ്യനും നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യനും സ്നേഹിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് നാം മെടയപ്പെട്ടവരും അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹരായി തീർന്നത് കൊണ്ടാണ് ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഉടമ്പടി കൊടുക്കുന്നതായ സമയത്ത് ദൈവം ഇവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നാൽ
ദൈവം അവരെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ. ഇവിടെ പ്രത്യേകമായിട്ട് ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ സ്നേഹത്തിന് തിരിച്ചൊരു പ്രതികരണമില്ലാത്ത പക്ഷം മറ്റേ സ്നേഹം അവിടെ അവസാനിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഈ ഉടമ്പടി ബന്ധത്തിലെ സ്നേഹത്തിന് തിരിച്ചും അതിന് പ്രതികരണം ഉണ്ടായിരിക്കണം. ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് ദൈവം അവരെ താങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. പലവിധമായ ആപത്തിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ വാഗ്ദത്തത്തോടു കൂടെ ഉള്ളതായ ഒരു സ്നേഹമാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കണം. ഇല്ല എങ്കിൽ കുറേ കാലം കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് അറ്റുപോകും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അവർ അർഹരായി തീരുവാൻ കാരണം ദൈവകൽപ്പന ലംഘിച്ചത് മൂലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9 അവിടെ കൊടുത്തിരിക്കുന്ന മൂലപദം ഹെസ്ഡ് എന്നുള്ളതായ പദമാണ്. അത് ലവിങ് കൈൻഡ്നസ് എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് വ്യവസ്ഥയിൻ പടിയുള്ളതായ ഒരു ദയയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അവിടെ പാലിക്കാതെ പോയാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമുക്ക് പാത്രവാന്മാരായി തീരുവാൻ കഴിയില്ല. ദൈവ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ദൈവം വെച്ചു, ഇതാ നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹവും ശാപവും ഞാൻ വയ്ക്കുന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, ഇന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതിരുന്നാൽ ശാപവും നിങ്ങളുടെ മേൽ വരും എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. പക്ഷേ ആ സ്നേഹം നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു വന്നെങ്കിൽ മാത്രമേ ദൈവ സ്നേഹം രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം ജീവനെ കൊടുക്കുവാൻ തക്കമുള്ളതായ ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെത്. അതാണ് നാം കാൽവറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ സ്നേഹം. സ്വന്തം ജീവനെ, സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു കളഞ്ഞു. നാം മരിക്കേണ്ടതായ സ്ഥാനത്ത് നമുക്ക് വേണ്ടി വെച്ചു കളഞ്ഞു. കാരണം ദൈവം മുന്നമേ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊള്ളുന്നത്. ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം അവനിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഭാവികമായ ബന്ധം എന്നതായ പാഠത്തിൽ ഈ ഒരു കാര്യമാണ് നാം പഠിക്കുന്നത്. ദൈവം സകലരെയും തൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം തന്നിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ഈ സ്നേഹത്തെ തിരസ്കരിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പല കൂട്ടരും ഈ സ്നേഹത്തെ തള്ളി പറയുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ളതായ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. അവിടെ ഈ വണ്ണം പറയുന്നു, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ചു, മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാകാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു.
ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ചു അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷകരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നാം എല്ലാവരും കല്യാണ സദ്യയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. എന്നാൽ നാം ഒരുക്കമില്ലാത്തവരായിരുന്നാൽ നമ്മുടെ ഈ ക്ഷണം തിരസ്കരിക്കപ്പെടും. സമയത്ത് നമുക്ക് ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കമുള്ളതായ അയോഗ്യത നഷ്ടപ്പെട്ടു പോകും. നാം ഒരുക്കമുള്ളവരായിരിക്കണം. 10 കന്യമാരുടെ ഉപമ പറഞ്ഞതുപോലെ നാം ഒരുക്കമുള്ളവരായി ജീവിച്ചില്ല എങ്കിൽ ഈ കല്യാണ സദ്യയിൽ പങ്കുകൊള്ളുവാൻ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും ദൈവ സ്നേഹത്തെ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ വരുന്നത് നാം ഒരുക്കമുള്ളവരായി തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പന നാം അനുസരിക്കണം. പൂർണ്ണ അനുസരണത്തോടു കൂടെ അത് കാത്തു പാലിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ദൈവം പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത്, അല്ലെങ്കിൽ അനുസരണത്തിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ പൂർണ്ണ അനുസരണത്തോടുകൂടെ കാത്തു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സകല കൽപ്പനകളും ഒത്തതെന്നെണ്ണി നാം പ്രമാണിച്ച് ജീവിച്ചില്ല എങ്കിൽ ദൈവം തൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ നിവർത്തിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ തെറ്റ് നിമിത്തം അല്ലെങ്കിൽ പാപം നിമിത്തം പലപ്പോഴും ദൈവം ഇസ്രായേൽ മക്കളോട് കോപിച്ചിട്ടുണ്ട്. അവിടെ ആ കോപം മൂലം ആ കോപത്തിൽ ദൈവം ഈ വണ്ണം പറയുകയാണ്, ഞാൻ ഇനി അവരെ സ്നേഹിക്കുകയില്ല. അപ്പോൾ ഞാൻ ഇനി അവരെ സ്നേഹിക്കുകയില്ല. ബൈബിളിലെ ചില ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ചിലരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, ചിലരെ ദൈവം സ്നേഹിക്കുന്നില്ല എന്നുള്ളതായ ഒരു ചിന്താഗതി ചിലരെത്താറുണ്ട്. അതുപോലെ തന്നെ ഇന്നുള്ളതായ ഈ ലോകത്തിലെ പ്രവർത്തനം കാണുമ്പോഴും ചിലരെ ദൈവം അനുഗ്രഹിക്കുന്നു, ചിലരെ ദൈവം അനുഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം കാണുമ്പോൾ ചിലർക്കൊരു പ്രയാസം അവരുടെ ഹൃദയത്തിൽ വരും. ദൈവം എന്നെ കരുതുന്നില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതായ ഒരു ചിന്ത. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം നാം ശരിയായ വണ്ണം പഠിക്കുകയാണെങ്കിൽ ആ ചിന്ത ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ദൈവം സകലരെയും സ്നേഹിക്കുന്നവനാണ്. തന്നെ വിശ്വസിക്കുകയും തന്നിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതായ ദൈവഭക്തന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണ് എല്ലായ്പ്പോഴുമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യഹോവയായ ദൈവത്തിൻ്റെ കണ്ണുകൾ തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലശാലി എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നുവെന്നാണ് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കണ്ണ് തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. അവരുടെ നിലവിളിക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നാം പ്രാർത്ഥിക്കുമ്പോൾ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ കണ്ണുണ്ട്. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ദൈവം തൂക്കി നോക്കുന്നു. ദൈവം നമ്മോട് എത്രമാത്രം ദയ കാണിക്കുന്നവനാണ് എന്ന് നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളാരും ദൈവത്തിൻ്റെ ദയക്കോ സ്നേഹത്തിനോ അർഹരല്ല. കാരണം നമ്മുടെ പ്രവൃത്തിയെ നാം ഇന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ, നാം ഓരോ നിമിഷം നമ്മുടെ ഹൃദയത്തിലെ ചിന്തയെ തൂക്കി നോക്കുകയാണെങ്കിൽ, അളന്നു നോക്കുകയാണെങ്കിൽ, ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനാണ്, ദയയുള്ളവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ അളവറ്റ സ്നേഹത്തിന് നാം പാത്രവാന്മാരാകുന്നത് നമ്മുടെ മേന്മ കൊണ്ടല്ല, മറിച്ച് ദൈവം സ്നേഹമുള്ളവനാണ് എന്നാണ്. ആ ദൈവം നമ്മൾ പറയാണ്, എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവം നമ്മെ വെളിപ്പെടുത്തും എന്ന് പറയുകയാണ്. പലപ്പോഴും മനുഷ്യർ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കാതെ ഈ ലോകത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. പല വിശുദ്ധ നാടുകൾ അവർ സന്ദർശിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ. പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല. കാരണം ദൈവവചന പ്രകാരം അവർ ജീവിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ ജീവിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നതായ ഓരോ ദൈവപൈതലും ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുക മാത്രമല്ല, അവർ ദൈവത്തെ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്തുമാറാക്കുമെന്ന് ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് പറയുകയാണ്. ഇന്ന് ദുഷ്ടൻ്റെയും നീതിമാന്റെ മേൽ ദൈവം ഒരുപോലെ മഴയെ ചൊരിക്കുന്നു, ഒരുപോലെ സൂര്യൻ്റെ പ്രകാശം കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ദൈവത്തിൻ്റെ ദയയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രത്യേകത നാം പഠിക്കുമ്പോൾ, ദയാലുവോട് നീ ദയാലുവാണ്, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പലരും ദൈവത്തിൻ്റെ ഈ കരുണ, ഈ ദയ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. ദൈവം അളവറ്റ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുമ്പോൾ, അതിരുകളില്ലാതെ നമ്മെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അനേകര് ജീവിതം നയിക്കേണ്ടത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ വേദനകളും എല്ലാം ദൈവം മുൻകൂട്ടി അറിഞ്ഞ് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പലപ്പോഴും ശ്രമിക്കും. പക്ഷേ ആ ഒരു ഉപദേശങ്ങളൊക്കെ തട്ടിയെറിഞ്ഞ്, ദൈവത്തിൻ്റെ വേദങ്ങളൊക്കെ തട്ടിയെറിഞ്ഞ് മനുഷ്യന് ഇഷ്ടമുള്ളതായ വഴിയെ ജീവിക്കുവാൻ തക്കവണ്ണം അവൻ തിരഞ്ഞെടുക്കും. അത് പക്ഷേ അവൻ്റെ ആപത്തിലേക്കായിരിക്കും അവൻ പോകുന്നത് എന്ന് അവൻ്റെ ജീവിതങ്ങളിലെ പരീക്ഷകൾ, പലരുടെയും ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്നും ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് തൽക്ഷണം ശിക്ഷ കൊടുത്തതുപോലെയാണ് ഇന്നുവെങ്കിൽ നമ്മളാരും ദൈവസന്നിധിയിൽ ജീവിച്ചിരിക്കുവാൻ യോഗ്യരല്ല എന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിത്യ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമാകുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചത്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 20 വരെ നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 20 വരെയുള്ള ഭാഗം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ
പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തെക്കുറിച്ച് നമുക്ക് നൽകുകയാണ്. ആ സ്നേഹം നാം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മുടെ അനേകമായിട്ടുള്ളതായ കുറ്റം ക്ഷമിച്ചു തന്നു. നാം ദൈവത്തിന് നമ്മുടെ ജീവിതം ദൈവത്തിന് കടപ്പെട്ടതാണ്. കാരണം നാം മരിക്കേണ്ടതായ സ്ഥാനത്ത് ദൈവം മരിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ഒരു കടം ദൈവം വീട്ടിരിക്കുകയാണ്. ഇതിന് ഉദാഹരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൽ ഒരു ഉപമ ഈ വണ്ണം പറയുന്നുണ്ട്. ഏകദേശം 10,000 താലന്ത് കടമുള്ളതായ ഒരു ബാല്യക്കാരൻ, അവൻ്റെ യജമാനൻ അവനോട് കടം തിരികെ തരുവാൻ പറഞ്ഞപ്പോൾ അവന് കൊടുക്കുവാൻ വകയില്ലായിരുന്നു. അവൻ്റെ ഈ 10,000 കടം ആ യജമാനൻ അവന് ഇളച്ചു കൊടുത്തു. നമുക്കറിയാം, ഈ 10,000 താലന്ത് എന്ന് പറയുന്നത്, ഒരു താലന്ത് എന്ന് പറയുന്നത് ഏകദേശം 6,000 ദിനാറായി, അല്ലെങ്കിൽ ഏകദേശം 6,000 ദിനാറായി ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ 6,000 വെള്ളിക്കാശ് ആണ് ഒരു താലന്ത്. അങ്ങനെ വരുമ്പോൾ ബൈബിൾ പ്രകാരം ഒരുവൻ്റെ ഒരു ദിവസത്തെ കൂലി ഒരു വെള്ളിക്കാശാണ്, അല്ലെങ്കിൽ ഒരു ദിനാറായാണ്. അങ്ങനെ വരുമ്പോൾ 6,000 വെള്ളിക്കാശ് അവന് ഒരു 6,000 വെള്ളിക്കാശ് അവന് അടയ്ക്കണമെങ്കിൽ ഏകദേശം അവന് 6,000 ദിവസം വേല ചെയ്യേണ്ടതായിട്ട് വരും. 6,000 ദിവസം വേല ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒരു മനുഷ്യന് ഒരു വർഷം അവൻ്റെ അവധി ദിവസങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്ത് അവന് ആകെ ഉണ്ടാക്കുവാൻ കഴിയുന്നത് 6,000 വെള്ളിക്കാശ് സമ്പാദിക്കുവാൻ അവനെടുക്കുന്നത് ഏകദേശം 300 ദിവസമാണ്. അങ്ങനെ കണക്കേറ്റി ഈ 10,000 ദിനാറായി അവനുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ 6,000 വെള്ളിക്കാശ് അവനുണ്ടാകണമെങ്കിൽ ഏകദേശം 20 വർഷം അവന് വേല ചെയ്യേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 2 വർഷക്കാലം അവൻ വേല ചെയ്തെങ്കിൽ മാത്രമേ, 2 ലക്ഷം വർഷം അവൻ വേല ചെയ്തെങ്കിൽ മാത്രമേ 10,000 താലന്ത് അവന് നേടിയെടുക്കുവാൻ കഴിയും. അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അവന് ഈ കടം വീട്ടുവാൻ അവന് യാതൊരു നിർവാഹമില്ല. ഇത്രയും വലിയൊരു കടമാണ് യജമാനൻ അവന് ഇളച്ചു കൊടുത്തത്. എന്നാൽ അവൻ വഴി പോയപ്പോൾ അവനോട് കടമുള്ളതായ, അല്ലെങ്കിൽ 100 താലന്ത് 100 വെള്ളിക്കാശ് കടമുള്ളതായ അവൻ്റെ കൂട്ടുകാരനെ കൊണ്ട് അവനെ കൊണ്ട് കാരാഗ്രഹത്തിൽ അടച്ചു. ഇതറിഞ്ഞതായ യജമാനൻ അവനെ ശിക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവന് കൊടുത്തതായ സ്നേഹം അത് അവൻ തള്ളിക്കളഞ്ഞു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവരെങ്കിൽ നമ്മുടെ കടക്കാരോട് നാം ക്ഷമിച്ചു കൊടുക്കണമെന്നാണ് ദൈവം നമ്മെ ഈ പാഠം കൊണ്ട് നമ്മെ പഠിക്കുന്നത്. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് മറ്റുള്ളവരുടെ കടം നാം ഇളച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവം നമ്മെ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഈ വണ്ണം പഠിച്ചു, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ദൈവം നമുക്ക് സൗജന്യമായി തന്നതുപോലെ നാം മറ്റുള്ളവർക്കും സൗജന്യമായി നാം കൊടുക്കണം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവത്തിന് തനിക്ക് നമ്മളോടുള്ളതായ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം നമ്മുടെ അനേകമായ കടങ്ങളെ ക്ഷമിച്ചു തന്നു. അതുപോലെ നാം മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സൗജന്യമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പോലെ സൗജന്യമായി കൊടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം നാം സൗജന്യമായി മറ്റുള്ളവർക്ക് നൽകണം. മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായ സകല കാര്യങ്ങളും നമ്മൾ സൗജന്യമായി തന്നെ നാം ചെയ്യണമെന്ന് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മുടെ അനേകമായ കടങ്ങളെ
ക്ഷമിച്ചു. അതുപോലെ നാമും മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കൂട്ടുദാസനെ തല്ലുന്നവരായിട്ടല്ല, മറ്റുള്ളവരെ സ്നേഹത്തിൽ നമ്മുടെ ശത്രുവിനെയും സ്നേഹിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു സ്നേഹമാണ് ദൈവം നമ്മോട് പ്രകടമാക്കുന്നത്. അതേ സ്നേഹം തന്നെ നാം മറ്റുള്ളവരോടും സ്നേഹിക്കണം. നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കണമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. ചുരുക്കത്തിൽ നമുക്കൊരിക്കലും വീട്ടുവാൻ കഴിയാത്തതും നമുക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് മാത്രം വീട്ടിയതുമായ അനന്തമായ കടം നമുക്ക് ക്ഷമിച്ചു തന്നു എന്നത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുകയും അവനെ സ്തുതിക്കുകയും മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും കൂടെ ഇടപെടുകയും ചെയ്യണം. ദൈവം നമുക്ക് ദൈവത്തിൻ്റെതായ സത്യം മറ്റുള്ളവരോട് പറയുവാനായിട്ട് നമുക്ക് അവസരമൊരുക്കി തന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ കടം വീട്ടിയതുപോലെ, മറ്റുള്ളവരോട് കടം വീട്ടുന്നത് പോലെ, ദൈവത്തിൻ്റെ സ്നേഹം നാം രുചിച്ചറിഞ്ഞതുപോലെ ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്കും നാം പങ്കുവയ്ക്കണം. മറ്റുള്ളവരോട് നാം സ്നേഹിക്കുമ്പോൾ നാം ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കാർക്കും കഴിയില്ല. നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കണം, അവരെ പ്രത്യേകമായി നാം കരുതണം. ദൈവം നമ്മെ കരുതുന്നത് പോലെ നാം അവരെയും കരുതണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഭയങ്ങളും ഉത്കണ്ഠകളും എല്ലാം ദൈവം മുമ്പാകെ സമർപ്പിക്കുക. ദൈവം നമ്മെ വഴി നടത്തും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കണമെങ്കിൽ അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കണം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയാണെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്ന്, ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന് നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. യാക്കോബിൻ്റെ പുസ്തകം 5:11 ഈ വണ്ണം പറയുന്നു: കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനല്ലോ. നമ്മുടെ സങ്കടങ്ങളും അവനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ സ്നേഹതയെ സ്പർശിക്കുന്നു. നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നവയെല്ലാം അവനെ അറിയിക്കുക. നമ്മുടെ എല്ലാ ഭാരങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരകനായിരിക്കും. നമ്മുടെ കഷ്ടതകൾക്ക് ദൈവം പരിഹാരകനായിരിക്കും. നമ്മുടെ ദുഃഖങ്ങൾക്ക് ദൈവം പരിഹാരകനായിരിക്കും. നമ്മുടെ കണ്ണുനീരിന് ദൈവം പരിഹാരകനായിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ കാണുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നമുക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ നമുക്ക് ജീവിക്കാം. അവൻ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. അവൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തിനും ദയയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച അങ്ങയെ കൂടുതലായി സ്നേഹിക്കുവാനും അങ്ങയെ കൂടുതലായി രുചിച്ചറിയുവാനും അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകായിരങ്ങൾ ഒരുക്കുവാനും അടിയങ്ങളെ ശക്തീകരിക്കണം. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും മുദ്രമാകണം. അടിയങ്ങളെ ശക്തീകരിക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം.